Recording progress. നമസ്കാരം. ഇന്നത്തെ വീഡിയോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ പിന്നെ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടുമ്പോൾ ചിലരെങ്കിലും വെറുതെ ഇങ്ങനെ ഊഹിച്ച് പറയേണ്ടതില്ല, ഉത്തരവായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഇപ്പൊ കാത്തിരുന്നോ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമന്റ്സും വരാറുണ്ട്. എൻ്റെ വീഡിയോകളും സ്ഥിരമായി കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പുറത്തേക്ക് വരുന്ന സൂചനകൾ വെച്ച് ഞാനും ഈ ബഡ്ജറ്റിൽ ജീവനക്കാരെയും പെൻഷൻകാരെയും ബാധിക്കുന്ന എന്തൊക്കെ ഉണ്ടാവും എന്ന കാര്യങ്ങൾ വെച്ച് ഒരു വീഡിയോ ഞാൻ ഇടുകയാണ്. നിങ്ങൾ ദയവായി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചീത്ത പറയരുത്. പ്രഖ്യാപനങ്ങൾ വന്നതിന് ശേഷം ഉത്തരവായത് എന്തുകൊണ്ട് പറയാൻ പറഞ്ഞ ആൾക്കാരോട് പറയാനുള്ളത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അത് പത്രത്തിൽ വരുമല്ലോ. പ്രഖ്യാപനങ്ങൾ എപ്പോഴും പത്രത്തിലൊക്കെ വരും, അതങ്ങനെ അറിയാം. പ്രധാനമായിട്ടും ഞാൻ ഇങ്ങനെ ഇടാനുള്ള കാരണം എനിക്ക് താല്പര്യമുള്ളതും അറിവുള്ളതുമായിട്ടുള്ള ഒരു മേഖലയാണ് ഈ സർക്കാർ സർവീസ്. സർവീസ് കാര്യങ്ങളിൽ ഒരു നിരന്തരമായിട്ടുള്ള പിന്നെ വിശകലനങ്ങളും റിസർച്ചും ഒക്കെ നടത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ താല്പര്യം കൊണ്ടാണ് ഞാനിത് ഇടുന്നത് എന്ന കാര്യം നിങ്ങളെ മുമ്പിൽ വെക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പിന്നെ ബഡ്ജറ്റ് വന്നതിന് ശേഷം അതിലുള്ള കാര്യങ്ങൾ നിഷ്പക്ഷമായ അവലോകനം നടത്തിയിട്ട് ഞാൻ വീഡിയോ ഇടും. അതിൽ തർക്കമൊന്നുമില്ല. അത് നിഷ്പക്ഷമായിട്ട് തന്നെ ഇടും. ഇനി പറയാനുള്ളത്, പുതിയ ഗവൺമെന്റ് ഭരണത്തിലേറാൻ ശരിക്കും നിർണായകമായ പങ്ക് വഹിച്ചവരാണ് സർക്കാർ ജീവനക്കാർ എന്ന ഒരു അഭിപ്രായം പൊതുവെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുഖ്യമന്ത്രി വിസ്മയം ഉണ്ടാവുമെന്ന് പറഞ്ഞത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ കാലങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി ആയിട്ടുള്ള ഒരു വർഷമാണിത്. എന്നാൽ ഈ വരാനിരിക്കുന്ന വിസ്മയങ്ങളെക്കുറിച്ച് ജൂൺ 19 ഇങ്ങനെ വരാനിരിക്കുന്ന വിസ്മയമുണ്ട്. അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുകൂലമായ കാര്യങ്ങൾ, അനുകൂലമെന്നല്ല പറഞ്ഞ്, വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നാണ്, ഈ ഗവൺമെന്റ് വന്നാൽ ഒരുപാട് കാര്യങ്ങൾക്ക് തീരുമാനമാവുമെന്ന ജീവനക്കാരുടെ പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ അതേ സ്ഥലത്ത് തന്നെ ഒരുപാട് സർക്കാർ ജീവനക്കാർക്ക് ഈ വിസ്മയത്തെക്കുറിച്ച് ആശങ്കകളും ഉണ്ട് എന്ന കാര്യം നമ്മൾ മറക്കണ്ട. അതുകൊണ്ട് ഇപ്പോൾ പെൻഷൻ പ്രായത്തെ സംബന്ധിച്ച് തൽക്കാലം കൂട്ടില്ല എന്ന കാര്യം ഏകദേശം തീരുമാനമായി കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ തീരുമാനമാകാനുള്ള ലക്ഷണമാണ്, അതിലേക്ക് പോകുന്നതിന്റെ ഒരു ലക്ഷണമാണ് എന്ത്, ഈ ധവളപത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ പെൻഷന്റെ പ്രായം തൽക്കാലം കൂട്ടില്ല എന്ന് പറയുമ്പോൾ അത് പകുതി ജീവനക്കാർക്ക് മാത്രമേ സങ്കടം ഉണ്ടാവുന്നുള്ളൂ എന്നുള്ള സത്യം. കാരണം സർക്കാർ സർവീസിൽ ഇപ്പോ ഒരു 52% 53% പേരും NPS-കാരായി കഴിഞ്ഞു. എന്നാൽ സ്റ്റാറ്റ്യൂട്ടറിക്കാർ ഏകദേശം 45-47% മാത്രമേ ഇനി സർക്കാർ സർവീസിൽ ബാക്കിയുള്ളൂ. കാരണം 2000, 2001, 2002, 2003, 2004 കാലഘട്ടങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ തന്നെ റിട്ടയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനിയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 13 വർഷത്തെ കറക്റ്റ് പകുതി ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പെൻഷൻ പ്രായം കൂട്ടിയില്ല എന്ന് വെച്ച് സർക്കാർ ജീവനക്കാരില് ബാക്കി NPS-കാരുടെ 60 ഈ 56 തന്നെ നിൽക്കുന്ന ഒരു പകുതിയേ ഉള്ളൂ. അപ്പൊ പകുതി പേർക്ക് മാത്രമേ അത്തരത്തിലുള്ള ഒരു സങ്കടം ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ഉറപ്പുള്ള ഒരു സംഭവം, ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഉറപ്പുള്ള ഒരു സാധനം DA-യും പെൻഷൻകാർക്കുള്ള DR കുടിശ്ശികയുമാണ്. നമുക്കറിയാം, ഈ ജനുവരി 2021 മുതൽ 10 ഗഡു കുടിശ്ശിക കിട്ടാനുണ്ട്. 10 ഗഡു കിട്ടാൻ. അപ്പൊ 10 ഗഡു കിട്ടാനുള്ള ടിൽ ഡേറ്റ് ഒരെണ്ണം നമുക്ക് 2% പ്രഖ്യാപിക്കാനും ഉണ്ട്. അപ്പോ ആദ്യത്തേത് 2%, അതായത് 1/2021 മുതൽ 2% ഉണ്ട്. അത് 39 മാസത്തെ കുടിശ്ശിക കിട്ടാനുണ്ട്. അടുത്ത DA 7/2021 മുതലുള്ള 3%, അതും ഉണ്ട് 39 മാസം കിട്ടാൻ. പിന്നെയുള്ളത് 1/2022 ജനുവരി 1 മുതലുള്ളതാണ്. അതും 3%, അതും 39 മാസത്തെ കിട്ടാനുണ്ട്.
അപ്പൊ ഈ 10 ഗഡുവില് എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഈ 10 ഗഡുവിൽ ഏതെങ്കിലും ഒക്കെ തന്ന് ബാക്കി ഗഡുവിനെ തീരുമാനം ഉണ്ടാക്കി പ്രഖ്യാപിക്കാനിരിക്കുന്ന 2% പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഇതന്നെയായിരിക്കും ഏറ്റവും വലിയ വിസ്മയം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് വിസ്മയമാണോ അല്ലയോ എന്നൊക്കെ അത് വിസ്മയിക്കുന്നവരുടെ കാര്യമാണ്. അപ്പോൾ അത് എത്രത്തോളം വിസ്മയം ജീവനക്കാരിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 5 വർഷമായിട്ട് കിട്ടാത്ത ഒരു സാധനം ഇപ്പോൾ 2 ഗഡുവോ 3 ഗഡുവോ ഒക്കെ തന്നാലും അതൊന്നും ഒരു നമുക്ക് ജീവനക്കാരെയും പെൻഷൻകാരെയും സംബന്ധിച്ചിടത്തോളം വലിയ തൃപ്തി തരുന്ന ഒന്നാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിരീക്ഷണം. അപ്പോൾ അതായിരിക്കും ഏറ്റവും വലിയ തരാനിരിക്കുന്ന ഏറ്റവും വലിയ ഒന്ന് എന്നാണ് ഒരു സൂചനകൾ വരുന്നത്. ഈ കുടിശ്ശിക ഡിയകളിൽ ഏതെങ്കിലുമൊക്കെ ഗഡുകൾ എത്രയെങ്കിലും ഗഡുക്കൾ അനുവദിക്കുക. ബാക്കി 10 ഗഡുവിൽ കുറച്ച് ഗഡു തന്നിട്ട് ഒന്നോ രണ്ടോ ചിലപ്പോൾ ആയിരിക്കും ഗഡുക്കൾക്ക് ബാക്കി തീരുമാനം ഉണ്ടാക്കുക. പ്രഖ്യാപിക്കാനിരിക്കുന്ന ഒരു 2% ഗഡു ഡി എ കൂടി പ്രഖ്യാപിക്കുക. ഇത്തരത്തിൽ പോകാനാണ് സാധ്യത. ഈ രണ്ടാമത്തെ കാര്യം അഷ്വേർഡ് പെൻഷനെ പറ്റിയാണ്. അഷ്വേർഡ് പെൻഷൻ 1/4/2026 തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അഷ്വേർഡ് പെൻഷൻ തുടങ്ങിയില്ല എന്ന് മാത്രമല്ല, ഏപ്രിൽ 1 തുടങ്ങിയില്ല എന്ന് മാത്രമല്ല, അതിന്റെ വിശദാംശങ്ങൾ ഒന്നും തന്നെ ഇറങ്ങിയിട്ടില്ല പുറത്തേക്ക്. അതുകൊണ്ട് തന്നെ അത് നല്ലതാണോ മോശമാണോ എന്ന് പറയാനും കഴിയില്ല. ഇറങ്ങാത്ത ഒരു സംഭവത്തിൽ അഷ്വേർഡ് പെൻഷൻ മാറ്റിയിട്ട് ഇത് എന്നോട് തന്നെ ഒരുപാട് പേര് NPS അല്ലേ നല്ലത്, ലോങ് ടേം കിട്ടുന്നവർക്ക് NPS അല്ലേ നല്ല, അവിടെ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു വാചകം പറഞ്ഞിരുന്നു. ഇപ്പുറത്ത് പിന്നെ നമ്മൾ അഷ്വേർഡ് പെൻഷനിൽ DR അടക്കം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഉത്തരവ് ഇറങ്ങിയില്ല, വിശദാംശങ്ങളും ഇറങ്ങിയിട്ടില്ല. ചില കാര്യങ്ങൾ KSRലൊക്കെ അമെൻമെന്റ് വേണ്ട ചില കേസുകളുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തുടങ്ങിയിരുന്നെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തു പോകുമായിരുന്നു. തുടങ്ങിയ ഒരു സംഭവം നിർത്തലാക്കൂല, അത് ആ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു. പക്ഷെ ഇവിടെ തുടങ്ങുകയോ വിശദാംശങ്ങൾ പുറപ്പെടുവിക്കുകയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഇനി അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ നിരീക്ഷണം. ഈ അഷ്വേർഡ് പെൻഷൻ എന്ന സംഭവം ഇനി അത് പല കാരണങ്ങളുണ്ട്. അത് ഒന്ന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഒരു പ്രൊഡക്റ്റാണത്, അഷ്വേർഡ് പെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ, ഗവൺമെന്റ് പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും വരാത്തതുകൊണ്ട്, തുടങ്ങുകയും ചെയ്യാത്തതുകൊണ്ട് ഈ ഗവൺമെന്റ് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, കേന്ദ്രത്തിലും ചില സംസ്ഥാനങ്ങളിലും ഓൾറെഡി ഈ സർക്കാർ കോൺട്രിബ്യൂഷൻസ് 14% അതിപ്പോൾ ഒരു 1.5 കൊല്ലമായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. 14% സർക്കാർ കോൺട്രിബ്യൂഷൻ എന്നതിലേക്ക് വന്നിട്ടുണ്ട്. അവിടെയും അത് 14 18 ആക്കുന്നു. അത് വേണ്ടവർക്ക് ഓപ്ഷൻ പല കാറ്റഗറിയായി തരംതിരിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ സംസ്ഥാനത്തിന്റെ ഈ കോൺട്രിബ്യൂഷൻ ഇപ്പോൾ 10%, P+DAയുടെ 10%ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ P+DAയുടെ 10% എന്ന് പറയുമ്പോൾ ആ ശതമാനത്തിൽ എന്തെങ്കിലും വർധനവ് വരുത്തുവോ എന്നുള്ള കാര്യത്തിൽ, കാരണം എന്താ, അപ്പുറത്ത് അഷ്വേർഡ് പെൻഷൻ വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇപ്പുറത്ത്, കാരണം അഷ്വേർഡ് പെൻഷൻ ആർക്കാണ്, NPSകാർക്കാണ്. അവർക്ക് അത് അഷ്വേർഡ് പെൻഷൻ വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇപ്പുറത്ത് NPSലെ സർക്കാർ കോൺട്രിബ്യൂഷനിൽ എത്രയെങ്കിലും ഈവൻ 1% വർധനമുണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ആ രീതിയിൽ ഒരു കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു സമീപനവും ഉണ്ടായിക്കൂടായികയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അഷ്വേർഡ് പെൻഷൻ എത്രത്തോളം നല്ലതാവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, അഷ്വേർഡ് പെൻഷനിൽ നമ്മൾ NPSൽ 25 30 ഇത്രയും 13 വർഷമൊക്കെ NPSൽ പൈസ അടച്ചവരുണ്ട്. അപ്പോൾ അടച്ച പൈസ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തതയില്ല. അങ്ങനെ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. പിന്നെ 10 25 30 വർഷം അല്ലെ 35 വർഷം സർവീസ് ഉള്ളവർക്കൊക്കെ NPS തന്നെ ആയിരിക്കും ബെറ്റർ. അവിടെ ഈ എമൗണ്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട്, നമ്മൾ ജീവനക്കാരും സർക്കാരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് അത് ക്യുമുലേറ്റ് ചെയ്യും, അത് സംശയമില്ല. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ അവസാനം കിട്ടുന്ന ഒരു വലിയ എമൗണ്ട് ഇവിടെ നമ്മൾ അഷ്വേർഡിനേക്കാൾ ബെറ്റർ ആയിരിക്കും എന്നുള്ള കാഴ്ചപ്പാടാണ് അന്നൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. ആ കാഴ്ചപ്പാട് പലരുടെ ഒരു അഭിപ്രായം ആ രീതിയിലായിരുന്നു. അപ്പോൾ അത് എന്തായാലും അഷ്വേർഡിന് സാധ്യത കുറവാണ്. മറിച്ച് അപ്പുറത്ത് അത് ബാലൻസ് ചെയ്യാൻ ഉണ്ടാവും എന്ന കാര്യം, ഇതെല്ലാം ഞാൻ പറഞ്ഞാൽ പിന്നെ
നമ്മൾ ഊഹം പറഞ്ഞാല് മുഖ്യമന്ത്രി പറയുമ്പോൾ എല്ലാം അന്ന് നിങ്ങൾ എന്നോട് പറയല്ലോ സാർ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കരുതെന്ന് വെച്ചിട്ട് അത് തുറന്ന് പറയാത്തത്. ചിലപ്പോൾ ഇതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. ഒരെണ്ണം ഇല്ല വേണ്ട എന്ന് വെക്കുമ്പോൾ അതിനെ കോമ്പൻസിയേറ്റ് ചെയ്യാൻ അപ്പുറത്ത് എന്തെങ്കിലും ഒന്ന് വേണ്ടേ, വേണ്ടതാണ്. അപ്പൊ ആ ഒരു സമീപനം എത്രത്തോളം ആ, അവിടെ അതോ കേന്ദ്രത്തിന്റെ പോലെ 14% തന്നെ ആക്കിക്കളയോ, അതിന് സാധ്യതയില്ല. എന്തായാലും ഒരു ചെറിയ മാറ്റത്തിന് ഒരു ചെറിയ സാധ്യത എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ശമ്പള പരിഷ്കരണമാണ് അടുത്തത്. ഈ ശമ്പള പരിഷ്കരണത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇത് കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളുണ്ട്. ധവളപത്രത്തിൽ ഒരു സൂചനയുണ്ട് 10 വർഷത്തിൽ ഒരിക്കൽ മതിയെന്ന്. അത് ഈ 10 വർഷത്തിൽ ഒരിക്കൽ മതിയെന്നും പെൻഷൻ പ്രായം കൂട്ടണമെന്നുള്ള വാചകം ധവളപത്രത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് എനിക്ക് തോന്നിയത് പറഞ്ഞു പറയിപ്പിച്ച മാതിരിയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അങ്ങനെ 10 വർഷത്തിൽ ഒരിക്കൽ മതി എന്ന് പറഞ്ഞതോടുകൂടി അത് സർക്കാരിനോട് ധവളപത്രത്തില് എക്കണോമിസ്റ്റുകൾ പറഞ്ഞതാണെങ്കിൽ പോലും തീർച്ചയായിട്ടും അത് സർക്കാരിന്റെ അഭിപ്രായം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശമ്പള കമ്മീഷനിൽ എന്താ തീരുമാനമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോ ശമ്പള കമ്മീഷൻ ഏകദേശം ഒരു നിർജീവാവസ്ഥയിലാണ് ഉള്ളത്. കമ്മീഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ സ്റ്റാഫും ഉണ്ട്, നിയമിച്ചു റൂമൊക്കെ ഉണ്ട്. ഉണ്ടെങ്കിൽ പോലും ഈ പുതിയ മിനിസ്ട്രി വന്നതോടുകൂടി അത് എന്ത് ചെയ്യുമെന്ന് ഈ ഗവൺമെന്റിന്റെ ഒരു ഡിസിഷൻ വന്നതിന് ശേഷമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ശമ്പള കമ്മീഷൻ എന്താകും എന്ന കാര്യത്തിൽ ഒരു സംശയം. ആ സംശയം ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ധവളപത്രത്തിലെ പെൻഷൻ സോറി ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കലാക്കണമെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് എൻ്റെ ഒരു സംശയം. അപ്പോൾ അതുകൊണ്ട് ഈ കമ്മീഷൻ, നിലവിലുള്ള കമ്മീഷൻ ഇതുപോലെ തുടരില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ 10 വർഷത്തിൽ ഒരിക്കലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതുവരെ 5 വർഷമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു നിർദ്ദേശം വരുന്നത്. ഇതുവരെ അത് പിന്നെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയൊക്കെ അവകാശം എന്ന നിലയിലാണ് ഈ 5 വർഷത്തെ എല്ലാവരും കണ്ടത്. അപ്പൊ 10 വർഷത്തേക്ക് എങ്ങാനും പോവുക എന്ന് പറഞ്ഞാൽ ഇനി 2030 അല്ല 24/5/29 29 മതി അടുത്ത പരിഷ്കരണത്തിനുള്ള കമ്മീഷൻ എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ വരിക. അപ്പോൾ അതുവരെ ഒന്നുമില്ലാതെ ഈ DA എൻഹാൻസ് ചെയ്ത് പോവുകയാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല, ഈ സൂചനകൾ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട്. പക്ഷെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ പെൻഷൻകാരൻ്റെയൊക്കെ അവകാശമാണ് ഈ 5 വർഷം എന്ന കാര്യത്തിൽ. 5 വർഷത്തിൽ ശമ്പള പരിഷ്കരണം അതൊരു ഗവൺമെന്റ് വന്നിട്ടും ഇന്ന് വരെയും മാറ്റം വരുത്തിയിട്ടില്ല. അതൊരു അവകാശമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊരു വിഭാഗം പറയുന്നത് എന്താ വെച്ചാൽ തൽക്കാലം ഈ DAകളൊക്കെ ഒന്ന് മെർജ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി ഒരു സമിതിയെ വെക്കുന്ന. DA മെർജ് ചെയ്തിട്ട് അപ്പൊ DA മെർജ് ചെയ്ത് സമിതിയെ വെക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ചെറിയ ചെറിയ ഇപ്പൊ 2019 പേ കമ്മീഷൻ അല്ല, ശരിക്കും പേ റിവിഷൻ കമ്മീഷൻ അല്ല 2019 ഉണ്ടായിരുന്നത്. ഒരു തട്ടിക്കൂട്ട് സംഭവമായിരുന്നു, നമുക്കറിയാവത്. 28% DA മെർജ് ചെയ്തു, 10% ഫിറ്റ്മെന്റ് തന്ന് 1.38 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു എല്ലാവരോടും. 1.38 എന്ന് പറയുന്ന മൾട്ടിപ്ലൈയിങ് ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു എല്ലാവരും. അതിൽ പെൻഷൻകാർക്ക് എന്ത് കിട്ടി? അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവൻ അടുത്ത റൗണ്ട് ചെയ്യേണ്ട 10ന്റെ സംഖ്യക്ക് റൗണ്ട് ചെയ്യണമായിരുന്നു. ഇപ്പൊ 67 കിട്ടിയാൽ 70 റൗണ്ട് ചെയ്യണം. എന്നാൽ ജീവനക്കാർക്ക് എന്ത് ചെയ്തു? 1.38 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വലിയൊരു സ്കെയിൽ ഉണ്ടാക്കി. ആ സ്കെയിലിന്റെ അടുത്ത സ്റ്റേജിൽ ഫിക്സ് ചെയ്തോളം പറഞ്ഞു. അപ്പോൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു അവിടെ ഒരു 1000ന്റെ ഒക്കെ മെച്ചം വന്നിട്ടുണ്ട് മിഡിൽ സ്റ്റേജുകളിൽ. അപ്പോഴും 2019 പോലും വിപുലമായ ഒരു ശമ്പള പരിഷ്കരണം നടന്നിട്ടില്ല. അതാ സത്യം. അപ്പോ അവിടെ എന്തില്ല? അതുകൊണ്ട് 2019 എന്തും ഇല്ലായിരുന്നു, വെയിറ്റേജും ഇല്ലായിരുന്നു. വെയിറ്റേജ് ഇല്ല, ഓപ്ഷൻ ഇല്ല, ഒന്നുമില്ല. വെയിറ്റേജ് പോകുന്നതോടുകൂടി പിന്നെ എല്ലാവരുടെയും കാര്യം കണക്കായി 1.38. അപ്പൊ ഇതുവരെ ഇപ്രാവശ്യവും അങ്ങനെ ഏതെങ്കിലും ഒരു മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ശമ്പള പരിഷ്കരണം നടക്കുന്നൊക്കെ. പക്ഷെ ഇപ്പോൾ പറയുന്നത് ഒരു ചെറിയ സൂചന എങ്ങനെയാന്ന് വെച്ചാൽ ഒരു DA ഇങ്ങനെ കൊണ്ടുപോയി പോണ്ട, ഒരു DA മെർജ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പരിപാടി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. അപ്പൊ DA മെർജ് ചെയ്താൽ എന്ത് വേണം? ഇപ്പോഴത്തെ സ്കെയിൽ മാറി വേറൊരു സ്കെയിൽ വെക്കേണ്ടി വരും. അങ്ങനെ വെക്കുമ്പോൾ ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് കൊടുക്കുമോ എന്നുള്ള ഒരു സംശയം ബാക്കി നിൽക്കും. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ 2019 പോലെ ആയി ശരിക്കും.
പക്ഷെ അതിൽ എന്താണ് അതിലൊരു തീരുമാനം അങ്ങനെ തീർത്തും ആ, പിന്നെ ശമ്പള പരിഷ്കരണം ഒഴിവാക്കാൻ പറ്റുമോ, 10 വർഷത്തേക്ക് തന്നെ കൊണ്ടുപോകുമോ? എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമോ? 10 വർഷത്തേക്ക് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് മാത്രമായിരിക്കും മുമ്പോട്ട് പോവുക എന്ന് തോന്നുന്നു ഒറ്റയടിക്ക്. പക്ഷെ പിന്നെ ഇവിടെ ധവളപത്രത്തിലെ അഭിപ്രായം കേൾക്കുമ്പോൾ ജീവനക്കാർക്ക് ഇത് ഒരു ആശങ്കയോടെയാണ്, ശരിക്കും ആശങ്കയോടെ തന്നെയാണ് ഇത് കാണുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം അവിടെ ഒരു സംഗതി പറഞ്ഞു പറയിപ്പിച്ചത്, അതിൽ യാതൊരു സംശയവുമില്ല. പെൻഷൻ പ്രായത്തിന്റെ കാര്യത്തിലും ശമ്പള പരിഷ്കരണം 10 കൊല്ലം കൊണ്ട് കൊടുത്താൽ മതി എന്നുള്ളത് ഈ ഗവൺമെന്റ് നയമാണ്. ആ നയം അവിടെ പറഞ്ഞു പറയിപ്പിച്ചതാ. അപ്പൊ പറഞ്ഞു പറയിപ്പിച്ച് കഴിയുമ്പോൾ പൊതുജനം എന്തായി, ഇതെല്ലാം കൺവിൻസ് ചെയ്തു. ജീവനക്കാരിൽ ഒരു ഭാഗമൊക്കെ കഷ്ടമാണ്, പണമില്ല, ഇനി മുമ്പോട്ട് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റൂ എന്ന ഒരു ധാരണയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ധവളപത്രത്തിൽ പറഞ്ഞു പറയിപ്പിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. മറ്റൊന്ന്, ഈ മെഡിസപ്പിൽ ഒരു പെട്ടെന്നൊരു തീരുമാനം വരില്ല. കാരണം അതൊരു കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്ത് പോയ സംഭവം. എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് ഗവൺമെന്റ് നടപ്പിലാക്കും എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ 25ന്റെ ഇതില് സർക്കാർ ജീവനക്കാരെ കൂട്ടിയാൽ പോരെ? എന്താ ഒരു, ഇനി വേണേൽ ഈവൻ കോൺട്രിബ്യൂഷൻ കൊടുത്താൽ പോലും കുഴപ്പമില്ല, സർക്കാർ ജീവനക്കാരെ കൂടി അതിന്റെ ഭാഗമാക്കിയാൽ ഈ മെഡിസപ്പ് എന്ന് പറയുന്ന അത് ആ ഒരു ഭയങ്കര പ്രശ്നമാണ്. അത് അതിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ ചോദ്യം. എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം മെഡിസപ്പ് നമ്മൾ വല്ല പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, നമുക്ക് അസുഖം വരില്ല, ഇനി വന്നാൽ തന്നെ പേടിക്കാനൊന്നും ഇല്ലല്ലോ, അപ്പുറത്ത് മെഡിസപ്പ് ഉണ്ടല്ലോ എന്ന്. ഒരു 5 ലക്ഷം 10 ലക്ഷത്തിന്റെ ഒക്കെ ചെലവ് വന്നാൽ നമുക്ക് 1 ലക്ഷം പോലും കിട്ടാത്ത അവസ്ഥയാണ് മെഡിസപ്പിൽ നിലവിലുള്ളത്. നമുക്ക് 5 ലക്ഷമാണ് മെഡിസപ്പിന്റെ ഒരു ക്ലെയിം എന്ന് പറയുന്നത്. ആ 5 ലക്ഷം പോയിട്ട് 1 ലക്ഷം പോലും കിട്ടാത്ത അവസ്ഥയാണ് മെഡിസപ്പ് ഓടുന്നത്. നമ്മളോട് കൃത്യമായിട്ട് പ്രീമിയം വാങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എന്തായാലും എല്ലാ സംഘടനകളൊക്കെ ഇടപെട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ള, അല്ലാതെങ്കിൽ ഒരുപാട് പേർക്ക് അതിന്റെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന് പറയുന്നത്, ഈ ഭവന വായ്പ പുനഃസ്ഥാപിക്കുന്ന, അത് വലിയ വിസ്മയമൊന്നുമല്ല. ഈ ഭവന വായ്പ പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, 8-8.5% പലിശയ്ക്ക് ഗവൺമെന്റ് തരും ലോണ്, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്, HBA. പക്ഷെ HBA തന്നാൽ ഗവൺമെന്റ് തരും മുമ്പ് അത് ആകെയുള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, അതിലേക്ക് ആദ്യം മുതൽ മാത്രം അടച്ചാൽ മതി, പലിശ പിന്നീട് അടയ്ക്കേണ്ടത്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അതിനുണ്ടെന്ന ഒരു കാര്യത്തിൽ തർക്കമില്ല. പിന്നെ അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് കാത്തിരിക്കേണ്ടി വരും. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വർഷം 50 കോടി രൂപ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസിന് അലോട്ട്മെന്റ് ബഡ്ജറ്റിൽ വെച്ചാൽ ആ 50 കോടിയെ കൊടുക്കുള്ളൂ. അപ്പോൾ അപ്ലിക്കൻസിന്റെ സീനിയോറിറ്റി അനുസരിച്ച് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോഴും അത് എല്ലാവർക്കും ഗുണകരമാവുന്ന ഒന്നായിട്ട് വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തീരുമാനം വന്നാൽ, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസിന്റെ തീരുമാനം വന്നാലും അതൊരു വിസ്മയം, ഒരു 10% വിസ്മയം പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇനി നമുക്ക് ഇന്ന പോലെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് എല്ലാവരെയും ഒന്ന് ഭയപ്പെടുത്തി കേരളം വളരെ മോശാവസ്ഥയിലാണ് പോകുന്നത് എന്ന് ധവളപത്രത്തിൽ പറയുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തു തന്നെയായാലും നമുക്ക് കാത്തിരിക്കാം, ബഡ്ജറ്റ് വരട്ടെ. ഒന്നും മോശമാവരുതെന്ന് തന്നെയാണ് അഭിപ്രായം, ഒന്നും മോശമാക്കാനും പാടില്ല. ബഡ്ജറ്റിൽ വന്നതിന് ശേഷമുള്ള അവലോകനം തീർച്ചയായിട്ടും നിഷ്പക്ഷമായി, വളരെ നിഷ്പക്ഷമായിട്ട്, കൃത്യമായിട്ട്, നല്ലതാണെങ്കിൽ നല്ലതെന്ന് നമ്മൾ പറയണം, മോശമാണെങ്കിൽ അത് വിമർശിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.